ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് 2 കഴിഞ്ഞ് മൂന്നല്ല ഓണർഷിപ്പ് 3 ആയിട്ടുള്ളൂ. മൂന്നാമത്തെ ഓണർഷിപ്പ്. 5,90,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം കസ്റ്റമർ വരുന്നതിന് കുറച്ച് കൊടുക്കാം. 2019 മോഡൽ ZXയിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി. അപ്പൊ ഇതിന് ചോദിക്കുന്ന വില 5,25,000 അല്ലേ ചോദിക്കുന്നത്? 5,25,000. 5,25,000 ചോദ്യം. വില എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് കുറച്ച് തരും. ഇപ്പൊ നമ്മള് വില കൂടിയിട്ടുള്ള അലോവിയിലും കുറച്ച് വീതിയുള്ള ബെൻസിന്റെ പോലത്തെ അലോവിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ പേരുള്ള ഒരു ഷോപ്പാണ് പാലക്കാട് ലെതർമാൻസ് എന്ന് പറയും. അത്യാവശ്യം എല്ലാവർക്കും വരാം. സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വളാഞ്ചേരിക്ക് അടുത്തുള്ള എന്താണ് കൊട്ടാരം ആലിൻചൂട് കൊട്ടാരം എന്ന് പറയുന്ന സ്ഥലത്തെ കാർമാക്സ് എന്ന ഷോറൂമാണ്. ഇവിടെ എത്ര വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്? 18 വണ്ടി ഉണ്ടാവും. 18 വണ്ടികൾ ഉണ്ടാവും. വേറെ ഷോപ്പ് ഉണ്ട്. എവിടെ? അവിടെ ഉണ്ട് തന്നെ. അപ്പോ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഏത് വണ്ടിയാണ് തുടങ്ങുന്നത്? ഇന്നോവയിൽ തുടങ്ങിയാലോ? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നോവ പരിചയപ്പെടാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന ഇതിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി പരിചയപ്പെടാം. ഇത് ബോസ് എന്ത് പേര് ചോദിച്ചില്ല? ഹാബിദ് അല്ലേ? ഹാബിദാണ്. ഇത് എത്ര മോഡലാണ്? ഇത് 2013 മോഡലാണ്. 2013 മോഡൽ. ഓക്കെ. 2013 ഒറിജിനൽ കേരള വണ്ടി. വി വണ്ടിയാണ്. ഇന്നോവയുടെ ഫുൾ ഓപ്ഷൻ വി ഓപ്ഷൻ വണ്ടി. ഓക്കെ. KL 60 രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ പരസ്യം വെച്ചിട്ടാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഓക്കെ. KL 60 14. പിന്നെ വണ്ടി സർവീസ് ആണ്, ഷോറൂം സർവീസ് ആണ്, മെയിൻ്റെനൻസ് ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പക്ക പുതിയത് ചെയ്തതാണ്. ഓക്കെ. വേറെ അപാകതകളൊന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ഹിസ്റ്ററിക്ക് ഉണ്ടോ? ഫുള്ള് പക്ക ഷോറൂം ഹിസ്റ്ററിയാണ്. ഷോറൂം സർവീസ് ഉള്ള വണ്ടി അല്ലേ? ഇത് ഏകദേശം ഒരു 1,10,000 വരെ ഷോറൂമിലാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. അതിന്റെ 1.5 ലക്ഷത്തിന് ടൈമിംഗ് ചെയിലും കാര്യങ്ങളൊക്കെ മാറും. ആ മാറുന്നത് അവർ ഷോറൂമിൽ തന്നെ പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടല്ലേ? ഇതിപ്പോ നിലവിൽ എത്രാമത്തെ ഓണറിലുള്ള? ഇതിപ്പോ 2ാമത്തെ ഓണറാണ് ഇപ്പൊ നിലവിലുള്ളത്. സെക്കൻഡ് ഓണർ. ഈ വണ്ടിക്ക് ഇപ്പോ നിങ്ങൾ എങ്ങനെയാണ് വില ചോദിക്കുന്നത്? ഇപ്പൊ നമ്മൾ 11 രൂപ 11 ലക്ഷം രൂപ ചോദിക്കുന്നത് അല്ലേ? 2013 വി ഓപ്ഷന് കേരള വണ്ടി. 2013 മോഡൽ വി ഓപ്ഷന് ചോദിക്കുന്ന വില 11 ലക്ഷം രൂപയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണിത്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടി ഇത്. അപ്പൊ ഇതിന് ലോണൊക്കെ എത്ര കയറും? ലോണൊക്കെ അവൈലബിൾ ആണ്. ലോൺ നമുക്ക് ഏകദേശം കയറുന്നത് എന്ന് പറഞ്ഞാല് നമുക്കൊരു അതായത് ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലോൺ നമുക്ക് ഒരു 90% സിബിൽ സ്കോർ നല്ല ട്രാക്കുകളാണെങ്കിൽ 90% ലോൺ ചെയ്യാം. 11 ലക്ഷം ഒരു 9 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 10 ലക്ഷം രൂപ എന്തായാലും ഉള്ളിൽ വരെ നമുക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ ഒക്കെ ഉള്ളതാണ് വണ്ടി ഇറക്കാം തന്നെ. ഓക്കെ. അപ്പോ നല്ല വണ്ടികൾക്ക്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക്, അത് ഒറിജിനൽ കേരള ആണ്, നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോ ഇതിന് ചോദിക്കുന്നത് 11 ലക്ഷം രൂപയാണ്. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും. ഇത് ചോദ്യം മാത്രമാണ്. എന്തെങ്കിലും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. എന്തെങ്കിലും ചെയ്തു തരും. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി വീണ്ടും ഒരു ഇന്നോവ ആണ്. ഓക്കെ. എത്ര മോഡലാണ് സാർ? ഇത് 2013 മോഡലാണ്. 2013 അല്ലേ? 13 ആണ്. നമ്പർ ആയ വണ്ടിയാണ്. അഡ്രസ്റ്റേഷൻ അവിടെ നിങ്ങളുടെ നമ്പർ ആയ വണ്ടിയാണ്. റീ വണ്ടി അല്ലേ? റീ വണ്ടി. ഓക്കെ. ഇത് 2,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ KL 52, അതായത് 2,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓടിയിട്ടുണ്ടോ? ഇതിന് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവോ? ഇതിന് ഹിസ്റ്ററി ഷോറൂമിലുണ്ട്. കുഴപ്പമില്ല, നമ്മള് നോക്കിയിട്ടില്ല ആളാണ്. വലിയ കുഴപ്പങ്ങളില്ല. ഏത് ഓപ്ഷനിലുള്ള? ഇത് G4 ലാണ്. സാധാരണ അലോവിയിലും കാര്യങ്ങളൊന്നും വരില്ല. ഇതില് ഇപ്പൊ നമ്മള് വില കൂടിയിട്ടുള്ള അലോവിയിലും കുറച്ച് വീതിയുള്ള ബെൻസിന്റെ പോലത്തെ അലോവിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ പേരുള്ള ഒരു ഷോപ്പാണ് പാലക്കാട് ലെതർമാൻസ് എന്ന് പറയും. അത്യാവശ്യം എല്ലാവർക്കും വരാം. ലെതറിന്റെ മാത്രം സീറ്റ് കവർ ഇന്നോടെ മാത്രം ചെയ്യുന്നതാണ്. സീറ്റ് കവറില്ല, സീറ്റ് മാത്രം സർപ്രൈസ് ചെയ്യുന്നതാണ്. ഒരു 60,000 രൂപയുടെ സീറ്റിന്റെ വർക്കയിൽ ചെയ്തിട്ടുണ്ട്. 60,000 രൂപയുടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 60,000 രൂപയുടെ സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ആണ്, വലിയ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. KL 52 രജിസ്ട്രേഷനിലാണ്. പട്ടാമ്പി രജിസ്ട്രേഷൻ വണ്ടിയുള്ളത്. പിന്നെ അപാകതകളൊന്നും ഇതിന് ഇല്ല. നമ്മള് ചെക്കിങ്ങിലോ അല്ലെങ്കിൽ ഷോറൂമിലോ ഹിസ്റ്ററിയിലോ ഒന്നും വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? പിന്നെ ഇതൊക്കെ അപാകത ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ല, ഇതിൽ മെയിൻ ക്ലാസ് ഒന്നും ഒന്നുമില്ല. 8 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്, നമുക്ക് കുറച്ച് കൊടുക്കാം. 13 G4. അപ്പൊ 2013 G4 ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. എന്തെങ്കിലും മാറ്റം വരുത്തി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും. ഇത് എത്ര മോഡൽ? 2012 മോഡല് XUV 500. XUV W8 എന്ന് പറഞ്ഞാൽ
ആ സമയത്ത് 2012 ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ആ സമയത്തുള്ള. ഓക്കെ. പിന്നെ ഇപ്പോഴാണ് 2016 ശേഷമാണ് സൺറൂഫും ഓട്ടോമാറ്റിക്കൽ വന്നു തുടങ്ങിയത്. ഓക്കെ. അപ്പൊ ആ സമയത്തുള്ള ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ W8, അതിന്റെ ഓപ്ഷൻ 8 500 ഇഞ്ചിനും ഏറ്റവും കൂടി ഇഞ്ചിൻ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 8 എയർ ബാഗ്, ഏറ്റവും ടോപ്പ് എൻഡ്, സെൻട്രൽ ലോക്കും സെൻട്രൽ എസി ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. കേരള വണ്ടിയാണ്, പക്ക കേരള വണ്ടിയാണ്. പിന്നെ 1,40,000 സംതിങ് ഓടിയിട്ടുണ്ട്. 1,42 ഓടിയിട്ടുണ്ടല്ലേ? ഇന്ത്യയിലൊക്കെ എങ്ങനെ അടിപൊളിയാണ്? ഒക്കെ പക്കയാണ്, എല്ലാം പക്കയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ അലോയിലൊക്കെ വരുന്നുണ്ടല്ലോ. ടോപ്പ് എൻഡ് മോഡലിൽ അലോയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ അപാധകളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന വില ചോദിക്കുന്ന 5 ലക്ഷം രൂപ. 5 രൂപ ചോദിക്കണല്ലേ? എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? അതൊക്കെ ചെയ്ത് കൊടുക്കാം. വണ്ടി ഇതിന് ഉണ്ടോ? ഓ, ഇസ്റ്ററൊക്കെ പക്കാണല്ലേ? ഇത് 7 ഓണേഴ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതില് ഓണർമാർ കുറച്ച് കൂടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 രൂപക്ക് ചോദിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ ഈ ഓണർ അധികം 3 ഓണറിലധികം ആവുകൊണ്ടാണ് 50,000 രൂപ കുറച്ചിട്ട് നമ്മൾ 5 ലക്ഷം രൂപ ചോദിക്കുന്നത്. അതെ, ഈ ഓണർ കൂടുമ്പോൾ മാർക്കറ്റിൽ ഇടിവല്ല, ബാങ്കുകാർ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം. അതായത് മാർക്കറ്റ് ഓണേഴ്സ് കൂടുന്നതിനനുസരിച്ച് ബാങ്കിൽ ലോൺ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. ഒരു ലോണിന്റെ വിഷയം കൂടി വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് ചെറിയ എന്താ പറയാ കുറച്ച് കമ്മിയായിട്ട് വരും. അതെ. അപ്പോ നമുക്ക് അടുത്തതും ഇത് തന്നെയല്ലേ? ഇത് എത്ര മോഡൽ? ഇത് 2013 മോഡൽ. 2013 മോഡൽ അല്ല? ഇത് എങ്ങനെയാണ്? ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. നമ്മൾ മേൽ പറഞ്ഞ പോലെ തന്നെ 2013 W8 അല്ല, അത് 2012 അല്ല? 2012 2013. ഇത് 2013. ഓക്കെ. ഇതില് ഏറ്റവും ഫുൾ ഓപ്ഷൻ തന്നെ, അതേ വണ്ടിയുടെ അതേ ഫെസിലിറ്റി. ഒരു വർഷം മോഡൽ കൂടും. പിന്നെ ഓട്ടം ഓടിയിട്ടുള്ളത് 1,25,000 ഓട്ടം. 1,25,000 ഓടി. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് 2 കഴിഞ്ഞ് മൂന്നല്ല ഓണർഷിപ്പ് 3 ആയിട്ടുള്ളൂ. മൂന്നാമത്തെ ഓണർഷിപ്പ്. 7 സീറ്റർ 8 സീറ്റർ? 7 സീറ്റാണ്. 7 സീറ്റർ. ഓക്കെ. ഇന്ത്യയിലൊക്കെ അങ്ങനെ അടിപൊളിയല്ലേ? ഇന്ത്യയിലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഓക്കെ, ഒക്കെ ബാക്കിയാണ്. ഇതിന് എന്ത് ചോദിക്കുന്നത്? ഇത് നമ്മൾ 5,90,000. 5,90,000 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കൂലേ? പിന്നെ കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ കസ്റ്റമർ വരികയാണെങ്കിൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും. അതല്ലേ നമ്മുടെ മുഖമുദ്ര തന്നെയാണ്. അതെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഇത് A ക്ലാസ് ആണ്. A180 2014 മോഡലാണ്. 2014 നമ്പർ ആയതാണ്. ഇത് റീവണ്ടിയാണ്. നമ്പർ ആയത്. ഓക്കെ. വണ്ടി എന്ത് പാട്? വണ്ടി അടിപൊളി വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഷോറൂമിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സർവീസ് ഒക്കെ പക്കയാണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. വേറെ അപാകതകളൊന്നുമില്ല. ഇതിപ്പോ ഉള്ള ഓണർ, രണ്ടാമത്തെ ഓണർ ഡോക്ടർ യൂസ് ചെയ്യുന്ന വണ്ടി, ഉപയോഗിച്ച വണ്ടിയാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാ ആൾക്കാര് മാറിക്കൊണ്ടുണ്ടോ? എങ്ങനെ ഓണർഷിപ്പ്? ഇല്ല, ഇതിൽ 2 ഓണർ ആയിട്ടുള്ളൂ. 2 ഓണർ അല്ല? ഇത് എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമ്മൾ 14 ലക്ഷം രൂപ ചോദിക്കുന്നത്. 14 രൂപ ചോദിക്കുന്നത്. അതിൽ കുറയൂലേ? പിന്നെ കുറയും. ഒരു പരമാവധി ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവില്ലേ? ഒരു 10 രൂപ കൊടുക്കോ? 10 രൂപ കൊടുക്കൂല. എത്ര കൊടുക്കും ലാസ്റ്റ്? അത് നമുക്കൊരു 13.5 ഒക്കെ വരികയാണെങ്കിൽ ഫൈനൽ കൊടുക്കാൻ പറ്റും. 13.5. 50,000 രൂപ വണ്ടി കുറയും. പറയാൻ കഴിയില്ല. അപ്പൊ കസ്റ്റമർ ആരെങ്കിലും വരികയാണെങ്കിൽ അത് ഇരുന്നാലല്ലേ നമുക്ക് അതിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തത് ഒരു സ്വിഫ്റ്റ് കാറാണ്. ഇത് സ്വിഫ്റ്റ് ഡീസൽ പെട്രോളോ? ഡീസലാണ്. മിഡിൽ ഓപ്ഷൻ. 2016 മോഡലാണ്. 2016 മോഡലാണ്. 1,25,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1,25,000. ഷോറൂമിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എത്രാമത്തെ RC? സെക്കൻഡ് ഓണറാണ്. നമ്മൾ ചോദിക്കുന്നത് 5,10,000 രൂപ. 5,10,000. എത്ര മോഡലാണ് നിങ്ങൾ? 2016 മോഡൽ. ചോദിക്കുന്ന വില 5,10,000 ചോദിക്കുന്നത്. എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? ചെറുതായിട്ട് എന്തെങ്കിലും കുറയാണ്ടാവും. ഇത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇന്ത്യയിലൊക്കെ അങ്ങനെ അടിപൊളിയല്ല? അടിപൊളിയാണ്. ഓക്കെ. വേറെ അപാധകളൊന്നും ഇല്ല. ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്. വേറെ എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്കാണ്. അപ്പോ 2016 സ്വിഫ്റ്റ് VDI ചോദിക്കുന്നത് 5,10,000. വില കുറച്ച് തരും. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തത് സ്വിഫ്റ്റ് തന്നെയാണ്. ഇത് എത്ര മോഡലാണ് സാർ? ഇത് 2019 മോഡലാണ്. 2019 ആണ്. ഏറ്റവും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ്. അതായത് ഇപ്പൊ പെട്രോൾ ഉണ്ടല്ലേ? ന്യൂ ഷേപ്പിലൊക്കെ പെട്രോൾ തന്നെ വരുള്ളൂ. ഇത് LXI വേരിയന്റ് ആണ് വരുന്നത്. ZXI കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ തന്നെ ചെയ്തതാണ്. അതായത് ഈ അലോയ് മാറ്റും, ടയർ മാറും. ടയറും അലോയ് ഒക്കെ കമ്പനി തന്നെ വരും. LXI അതൊന്നും വരില്ല. പിന്നെ പവറിന്റെ അഡീഷണൽ LXI അലോയിൽ വരില്ല. അപ്പൊ അത് നിങ്ങൾ അലോയിൽ വരില്ല. ZXI മാത്രം അലോയിൽ വരും. അപ്പൊ അത് മാറ്റി നമ്മളല്ല കസ്റ്റമർ മാറ്റി കൊടുത്ത് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്ത്? പിന്നെ പവറിന്റെ അഡീഷണൽ ആയിട്ട് ചെയ്യും. ബാക്കിയൊക്കെ പിന്നെ ZXI സെയിം 4 ഡോറും പവറിന്റെ വരുന്നതാണ്. എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് വരില്ല. LXI വരില്ല. അത് നമുക്ക് ചെയ്യാനും കഴിയില്ല. അപ്പൊ LXI വണ്ടി ZXIയിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണിത്. 2019 മോഡല് പെട്രോൾ വണ്ടിയാണിത്. അപ്പോ നിലവിൽ എത്രാമത്തെ RC? ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് സിംഗിൾ RC അല്ല? ഓട്ടം എത്ര ഉള്ളത്? ഓട്ടം 1 ലക്ഷം. സർവീസ് കറക്റ്റ് ഉണ്ടോ? കറക്റ്റ് സർവീസ് എല്ലാം ഉണ്ടാവും അല്ലേ?
ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിലെ കാലം വൃത്തിയുണ്ട്. നല്ല വൃത്തിയുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? ടയറൊക്കെ 4 പുതിയ ടയറാണ്. പുതിയ ടയർ. ഓക്കെ, 4 ടയറും പുതിയ 4 തന്നെയാണ്. ടയറും പുതിയതാണ്. 2019 മോഡൽ ZXയിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി. അപ്പൊ ഇതിന് ചോദിക്കുന്ന വില 5.25 അല്ലേ ചോദിക്കുന്നത്? 5,25,000. 5.25 ആണ് ചോദ്യം. വില എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് കുറച്ച് തരും. അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. 13 മോഡൽ. 13 മോഡലാണ്. ഇത് വേരിയന്റ് ഏത് ഓപ്ഷൻ ഏത് വരുന്നത്? ഇത് XL അല്ല, എക്സൽ ഡീസൽ വണ്ടി, ഈ പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി. ഓക്കെ. അപ്പൊ 2013 മോഡൽ XL പെട്രോൾ വണ്ടിയാണ്. ഇത് എങ്ങനെ കാര്യങ്ങള്? ഇതിന്റെ കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അഡീഷണൽ ആയിട്ട് അലോയിലും വലിയ 4 പുതിയ ടയറും വീതി കൂടിയ ബലൂൺ ടയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് എത്രയാണ് ഓട്ടം? ഇത് ഓട്ടം ഓടിയിട്ടുള്ളത് 80 സംതിങ് ഓടിയിട്ടുണ്ട്. 80 ചില്ലറ ഓടിയിട്ടുണ്ട് അല്ലേ? സിംഗിൾ ആർസിയാ? അല്ല, രണ്ടാമത്തെ ആർസമാണ്. സെക്കൻഡ് ആർസി അല്ലേ? ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? ടയർ അത്യാവശ്യം നല്ല പുതിയ ടയറുകളാണ്. പുതിയ ടയർ തന്നെ, അലോയിലാണ്. പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവറൊക്കെ പുതിയ തോന്നുന്നുണ്ട്. അപ്പോ 2013 മോഡല് നിസാൻ മൈക്ര ചോദിക്കുന്ന വില 3 റുപ്യ ചോദിക്കണേ. കുറച്ച് കൊടുക്കൂലേ? അതെന്തെങ്കിലും വില കുറച്ച് തരും. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അപ്പോ വീണ്ടും ഒരു നിസാൻ മൈക്ര ആണ്. ഇത് ഡീസലാണ് വണ്ടി. ഡീസൽ അല്ല, 2017 രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. ഓക്കെ. അത് ഡീസലാണ്. ഇപ്പോ നിസാൻ മൈക്രയിലെ ഡീസൽ എന്ന് പറയുമ്പോൾ നല്ല മൈലേജ് കിട്ടും. 23-24 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. നല്ല മൈലേജ് ഉണ്ട്. സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ മൈലേജ് ഉണ്ടോ? ഡീസൽ വണ്ടിയേക്കാൾ കൂടുതൽ മൈലേജ് ഉണ്ടോ? ഇത് 1,05,000 കിലോമീറ്റർ ഓടിക്കുന്നു. 1.5 ഓടിക്കുന്നു. ഇത് ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് സിംഗിൾ ആർസി അല്ല? 2018 മോഡലാ? 17 മോഡൽ. 17 വണ്ടി 18 പുറത്തിറക്കുന്നത്. റൈസിന് 18 അത്ര തന്നെ വരുള്ളൂ. പിന്നെ ഇതിന്റെ വില ചോദിക്കുന്നത് നമ്മൾ 4.25 ലക്ഷം രൂപ. 4.25. ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, റീപ്ലേസും ഒന്നുമില്ലല്ലോ. ഫസ്റ്റ് ഓണറാണ്. എല്ലാ ഭാഗം കണ്ടീഷനാണ്. മെക്കാനിക്കും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ എല്ലാ ഭാഗത്തും ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ചോദിക്കുന്നത് 4.25 ചോദ്യം അല്ല? അതെ. അപ്പൊ 2017 മോഡൽ 18 റൈസാണ്. ഇതിന് ചോദിക്കുന്ന വില 4.25 ആണ്. വില എന്തെങ്കിലും കുറച്ച് തരും. അപ്പൊ അടുത്ത വണ്ടിയും നിസാൻ മൈക്ര ആണ്. ഇവിടെ 3 വണ്ടി ഉണ്ട് കേട്ടോ. ടോട്ടൽ 3. നല്ല ഫാൻസി നമ്പർ അല്ലേ? ഫാൻസി നമ്പറാണ്. 6111. 6111. ഓക്കെ, നല്ല ഫാൻസി നമ്പർ. ഇത് എത്ര മോഡലാണ്? ഇത് 2013 മോഡൽ. 2013 മോഡൽ പെട്രോൾ വണ്ടി. ഇത് ഏത് വേരിയന്റ് തന്നെ? ഇത് XL വേരിയന്റ്. XL ആണ്. AC പവർ സ്റ്റാറിംഗ്, പിന്നെ 2 ഡോർ അഡീഷണൽ ആയിട്ട് പവർ വിൻഡോ ചെയ്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷനാണ്. പക്ഷെ അലോയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് ഇല്ലല്ല, ഒന്നുമില്ല. ഇത് ഓണർ ഇപ്പൊ കുറെ സമയം ആയതുകൊണ്ട് ഇത് എന്റെ പേരിലുള്ള വണ്ടിയാണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഓണർ ഞാനാണ്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ നിങ്ങളുള്ളല്ലേ? ഇത് ഓണർ മാറിയിട്ടാണ് കസ്റ്റമർ തരുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്റെ പേരിൽ മാറ്റിയിട്ട്. ഇതിനൊക്കെ ലോൺ കിട്ടോ? ഇതിന് പിന്നെ ലോൺ കിട്ടും. സെക്കൻഡ് ബാങ്ക് ഒക്കെ ഇതിന് ലോൺ ചെയ്യുന്നുണ്ട്. കിട്ടും. ഏകദേശം 1.5-2.5 രൂപ വരെ 1.5-1.25 വരെ ലോൺ കിട്ടും. ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 2.5 രൂപയാണ്. 2 രൂപ ചോദിക്കണം. അതില് കുറയൂലേ? കുറയും. അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തത് ആൾട്ടോ അല്ലേ? ഇത് ആൾട്ടോ LXi അല്ലേ? ആൾട്ടോ LXi 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഷോറൂമിൽ ഹിസ്റ്ററി ഉണ്ട്. ഷോറൂം സർവീസ് ആണ് വണ്ടി. പിന്നെ 75,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 75,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ പവർ ഉണ്ടോ? അതാണ് LXiലെ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിലവിൽ സമയമുണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു ബോണ്ട് ഷോറൂമിൽ തന്നെ മാറിയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ലാന്ന് പറഞ്ഞ സോറി, ഒരു ബോണ്ട് ഷോറൂമിൽ തന്നെ കട്ടി കയറ്റിട്ടുണ്ട്. ഈ ബോണറ്റ് എന്ന് പറയുമ്പോൾ തട്ടിയതല്ല, അവര് ഇൻഷുറൻസിൽ മാറിയതാ. പെയിന്റോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടാക്കിയിട്ട് മാറിയിട്ടുണ്ട്. പഴയ കസ്റ്റമർമാർ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ബോണ്ട് മാറിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ എത്രാമത്തെ ആഴ്ചയിലാണ്? രണ്ടാമത്തെ ആഴ്ചയിലാണ്. ഇനി ലോണൊക്കെ കിട്ടൂലേ? പിന്നെ ഇഷ്ടം പോലെ. ഈ ചോദ്യം എത്രയാണ്? ഇത് 2 രൂപ ചോദ്യം. 2 രൂപ ചോദിക്കണേ. 2013 മോഡലാണ്. 2 രൂപ ചോദിക്കണം. കുറച്ച് കൊടുക്കും. ഏകദേശം 1.5 രൂപ വരെ ലോൺ കിട്ടും. 1.5 രൂപ ലോണും കിട്ടും. ചില്ലറ പൈസ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കണ്ടോ അല്ല? അപ്പോ 2013 മോഡൽ ആൾട്ടോ LXiക്ക് ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തു തരും. 1.5 ലക്ഷം രൂപ ലോൺ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഇല്ലല്ലേ? അപ്പൊ അടുത്ത വണ്ടി ഹോണ്ടയുടെ അക്വാഡ്. എന്താണ് അക്വാഡ്? ഇത് രജിസ്റ്റേർഡ് വണ്ടിയാണ്. രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. ഇതിന് എന്തുവാണ്? ഇതിപ്പോ നിലവില് 3 ഓണർ ആയിട്ടുണ്ട്. അടുത്ത ഓണർ നാലാമത്തെ ഓണറാണ്. ഇത് എത്ര മോഡൽ? എത്ര? 2009 മോഡലാണ്. 2009 മോഡലാണ്. വണ്ടി അപാകതകളുണ്ടോ? വണ്ടി അപാകതയും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓൾറെഡി ഇതിന്റെ റിന്യൂവൽ ആയിട്ടുണ്ട്. റിന്യൂവൽ എടുത്തിട്ട് റിന്യൂവലൊക്കെ പുതുക്കി ടാക്സ് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ട് നമുക്കൊരു 4,25,000 രൂപക്ക് വണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. വണ്ടി അക്കോർഡിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു BM അല്ലെങ്കിൽ ഓഡിയുടെ ഒക്കെ എല്ലാ ഫെസിലിറ്റിയും വണ്ടിയിലുണ്ടാവും. അതേ ഒരു ക്ലാസ് മോഡലായിരിക്കും വണ്ടി.
തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളും യാത്രയും അതിന്റെ ഇന്റീരിയലും സീറ്റും ലെതറും കാര്യങ്ങളൊക്കെ ആ വണ്ടിനോട് താരതമ്യം ചെയ്യുന്ന ഒരു വണ്ടിയാണ് അക്കോർഡ് എന്ന് പറഞ്ഞത്. അതെ, വണ്ടി കാണാൻ നല്ല ലുക്ക് പെട്രോൾ ആണ്. പിന്നെ അതിന്റെ പുറമെ CNG ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ചെയ്തിട്ടുണ്ട്. തന്നെ അപ്പൊ ഗ്യാസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 16-17 കിലോമീറ്റർ മൈലേജ് ഗ്യാസിൽ കിട്ടുന്നുണ്ട്. പെട്രോളിൽ എത്ര മൈലേജ്? പെട്രോളിൽ അധികം കിട്ടില്ല, 8-9 കിട്ടുള്ളൂ. ഇതിപ്പോ നിലവില് പിന്നെ എവിടെയാണ് രജിസ്റ്റർ ചെയ്തത്? 51 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 51 ഒറ്റപ്പാലം. ഇത് ഏത് വേരിയന്റ് വരുന്നത്? ഫുൾ ഓപ്ഷൻ 2009 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇത് എത്ര ചോദ്യം? 4,25. 4,25,000. 4,25,000 നമ്മൾ റിന്യൂവൽ ചെയ്ത് കൊടുക്കും. നിങ്ങളിപ്പോ ഈ നമ്പർ ടാക്സ്, ഇൻഷുറൻസ്, റിന്യൂവൽ ഒക്കെ തെറ്റിയിട്ടുണ്ട്. 2009 അല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓക്കെ, 2009. ഈ സംഗതികളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും. എടുത്തു കൊടുത്തിട്ട് ചെയ്യും. ആ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. 2009 മോഡൽ. ഇതിന് ചോദിക്കുന്നത് 4,25 അപ്പൊ പുതിയ പേപ്പർ എടുക്കാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്? ഓക്കെ, പുതിയ പേപ്പർ മാറ്റി തരും. പിന്നെ 4,25 ചോദ്യം. ഇവിടെ കസ്റ്റമർ വരിക ആണെങ്കിൽ എന്തെങ്കിലും കുറച്ച് തരും.